ഇപ്പം ഞാൻ വളർന്നത് ഒരു നഗരത്തിലല്ല, ഒരു കുഗ്രാമത്തിലാണ്. അപ്പോൾ അവിടെ 2 കിലോമീറ്റർ നടന്ന് ഒരു മല കയറി ഇറങ്ങി സ്കൂളിൽ പോകേണ്ട അവിടുന്ന് തുടങ്ങി നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ 2 ടെലിവിഷനിൽ അല്ലെങ്കിൽ ലോകയാത്ര നടത്തി ഒരു ടെലിവിഷൻ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അക്കാലത്തെ 90കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ 90കളിലൊന്നും ഒരു വീട്ടുകാരും ഒരു മാതാപിതാക്കളും അതിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിൽ വിശ്വാസം തരികയോ ഇല്ല, അല്ലേ? നാട്ടുകാർ വിശ്വസിക്കുമോ? അന്നത്തെ കാലത്ത് ലോകയാത്ര നടത്തി ഞാൻ ടെലിവിഷൻ പരിപാടി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ അതിലും വിശ്വസിക്കില്ല. അപ്പോൾ അത് അതിജീവിക്കണമെങ്കിൽ നമ്മളിതെല്ലാം തെളിയിച്ചു കൊടുക്കണം. തെളിയിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു കാലത്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത് തന്നെ വേണം. അതിൽ ഒരു പട്ടണത്തിലായിരുന്നെങ്കിൽ ഞാൻ വിജയിക്കുമെന്ന് കരുതുന്നില്ല. കാരണം എന്തറിയോ, ഈ ഗ്രാമത്തിലായതുകൊണ്ട് ഞാനിങ്ങനെ ലോകയാത്ര നടത്തുകയാണെന്നും സഞ്ചാരം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കാൻ പോകുകയാണെന്നും ഒക്കെ നാട്ടുകാർക്ക് എല്ലാം അറിയാം. കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിഞ്ഞ ഒരു സാധനത്തിൽ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ചില പ്രണയങ്ങൾ പോലെയാണ്. നാട്ടുകാരെല്ലാം അറിഞ്ഞ പ്രണയത്തിൽ നിന്ന് 2 പേർക്കും പിന്മാറാൻ പറ്റില്ലല്ലോ. നമ്മൾ പിന്നെ അതിലേക്ക് പെടുവല്ല. നാട്ടുകാർ ചോദിക്കും എന്തായി. എന്നേക്കാൾ അത്യാവശ്യം നാട്ടുകാർക്കായി മാറി അവസാനം. എൻ്റെ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, ഭാര്യ വീട്ടുകാർക്കൊക്കെ ഇതൊരു കളിയാക്കാനും നമ്മളെ പരിഹസിക്കാനും ഒക്കെയുള്ളൊരു അവസരമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുമ്പോൾ നമ്മൾ തന്നെ എന്തു വന്നാലും ഇത് നേടിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വാശിയിലെത്തുമല്ലോ. ഞാനൊരു നഗരത്തിലാണെങ്കിൽ ആരും എന്നെ മൈൻഡ് ചെയ്യില്ലല്ലോ. അയലോക്കത്ത് എന്ത് നടക്കുന്നു, അവൻ എവിടെ പോകുന്നു, ആർക്കും മൈൻഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ ഗുണമാണ് ഈ സഞ്ചാരമോ അല്ലെങ്കിൽ എൻ്റെ ഈ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാൻ കാര്യം. ഈ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് 2 പ്രണയങ്ങൾ സാറിനുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ? ആ 2 പ്രണയങ്ങളെ സാർ സ്വന്തമാക്കുകയും ചെയ്തു. സത്യമാണല്ലോ? അല്ല, വിവാഹത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേ വിശ്വസിക്കുന്നുള്ളൂ. വിവാഹത്തിന് ശേഷമുള്ള പ്രണയത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്താണ് സാർ? വിവാഹം കഴിഞ്ഞ് സാർ, ഞാൻ കല്യാണം കഴിച്ചിട്ട് 4.5 വർഷമായി. അപ്പം വിവാഹം കഴിഞ്ഞിട്ട് പ്രണയം അവസാനിക്കുന്നു എന്നാണോ സാർ പറയുന്നത്? അല്ല, ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ നമ്മൾ പ്രണയമെന്നല്ല അതിന് പറയുക, അല്ലേ? പ്രണയം എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ മലയാളത്തിൽ കൃത്യമായിട്ട്. അപ്പോൾ അത് വളരെ സ്പെസിഫിക്കാണ്. വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ വിവാഹം കഴിച്ചവർ തമ്മിൽ വിവാഹേതരമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് നടക്കുന്ന ഒരു സ്നേഹത്തിനാണ് ഇത്. വിവാഹം കഴിഞ്ഞാൽ അത് സ്നേഹമായിട്ട് മാറും, കരുതലായിട്ട് മാറും, പാർട്ട്ണർഷിപ്പായിട്ട് മാറും. അത് കഴിഞ്ഞ് പിന്നെ പ്രേമിക്കാൻ പോകരുത്, അല്ലെ പ്രണയിക്കാൻ പോകരുത്. പ്രണയം എന്ന് പറയുന്നത് അത് കൃത്യമായ അർത്ഥത്തിൽ തന്നെയാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിവാഹത്തിന് ശേഷം ഞാൻ പ്രണയിക്കാൻ ശ്രമിച്ചിട്ടില്ല. വിവാഹത്തിന് മുമ്പ് നല്ല തീവ്രമായിട്ട് പ്രണയിച്ചിരുന്നു. 2 പ്രണയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ സാറ്? 2 എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഈ മീഡിയയോടുള്ള പാഷൻ വലിയൊരു പ്രണയമായിരുന്നു. കാരണം എൻ്റെ ഒരു ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ മുതലുള്ള എൻ്റെ സ്വപ്നമാണ് ടെലിവിഷൻ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ. ടെലിവിഷൻ സ്പെസിഫിക്, അന്ന് ടെലിവിഷൻ എനിക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ളൂ. ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലുള്ള യൂട്യൂബ് പോലുള്ള മീഡിയകളൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത കാലമല്ലേ. അപ്പോൾ അന്ന് ടെലിവിഷനാണ് എനിക്ക് അപ്രോച്ചബിൾ. സിനിമയൊന്നും നമുക്ക് അപ്രോച്ചബിൾ അല്ല. തന്നെയുമല്ല, സിനിമയേക്കാൾ അന്ന് എല്ലാ വീട്ടിലേക്കും എത്തുന്ന ഒരു മീഡിയം ടെലിവിഷനാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു പാഷനായിരുന്നു. അത് കഴിഞ്ഞാണ് ജീവിത സഖിയിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനോടകം തന്നെ ഒരുപാട് ജീവിത അനുഭവങ്ങൾ കൈമുതലാക്കിയ ഒരാൾ കൂടിയായിരുന്നു സാറ്. പക്ഷെ ചേച്ചീനെ കണ്ടപ്പോൾ മാത്രമാണ് ഇതാണ് ഇനി എൻ്റെ ജീവിതം, ഇവളാണ് ഇനി എൻ്റെ ബാക്കി, ദ ബെറ്റർ ഹാഫ് ഇവളാണ് എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരിക്കും ചേച്ചിയുടെ? അല്ല, അങ്ങനെ ഒരു ദിവസം അങ്ങ് തോന്നിയതല്ല. ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. ഡിഗ്രിക്ക് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ഒരു കോളേജിലായിരുന്നു. അപ്പോൾ 3 വർഷം ഒരു ക്ലാസ്സിലിരിക്കുകയല്ലേ. അപ്പോൾ ആദ്യം പയ്യെ 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 തോന്നി എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം, അതിന് ചേർന്ന് എൻ്റെ കൂടെ പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഞാൻ വളരെ പ്രായോഗികമായിട്ട് തന്നെ ചിന്തിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വലിയ വിപ്ലവമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒത്തിരി ആളുകളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ അല്ലെങ്കിൽ വീട്ടുകാരെ ഒക്കെ അധികം വേദനിപ്പിക്കാതെ ഒക്കെ ആയിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനൊന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഒരു സ്വാർത്ഥമായ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം ചുറ്റുമുള്ളവരെ എല്ലാം വെറുപ്പിച്ചുകൊണ്ട് ഒരു കല്യാണം കഴിക്കുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരുമായിരിക്കാം. പക്ഷേ അത് കഴിയുമെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ സഹോദരങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഉണ്ട്, മാതാപിതാക്കളുണ്ട്. ഇങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പക്വതയോടെ ചിന്തിക്കുകയും വേണം. അങ്ങനെ ചിന്തിക്കുമ്പോഴും ഒക്കെ എനിക്ക് തോന്നി ഈ പെൺകുട്ടി ഞാനുമായിട്ട് ചേർന്ന് പോകാൻ സാധ്യതയുള്ള, പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെയാണല്ലോ വളരെ ഭ്രാന്തമായ ആശയങ്ങളും ചിന്തകളും അഭിനിവേശങ്ങളും ജീവിത വീക്ഷണങ്ങളും ഒക്കെയാണ്. അവിടെ എല്ലാവർക്കും ഒന്നും എൻ്റെ കൂടെ ഒത്തുചേർന്ന് പോകാനും പറ്റില്ല. അതെ,
എന്നാലും ഒരു 1.5 വർഷത്തോളം സാറിനെ ഒന്ന് പിറകെ നടത്തിയെന്ന് ഞാനൊന്ന് അറിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും സാറേ? കാരണം ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള മനസ്സിൽ നന്മകളുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ചേച്ചി 2 അല്ലെങ്കിൽ ഒരു 1.5 വർഷമൊക്കെ പിറകെ നടത്തിച്ചത് എന്തായിരിക്കും സാർ? ഈ ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ സങ്കല്പം ഇത്രയൊക്കെ ഉള്ളോ? അല്ല സാർ, കാരണം ഒരു സ്ത്രീക്ക് ഒരു ഇഷ്ടം തോന്നണം, ഒരു സ്നേഹം തോന്നണമെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ആയിട്ട് സാർ ഗുഡ് ലുക്കിംഗ് ആണ്. അല്ല, അന്ന് എനിക്ക് അത്ര വലിയ ആത്മവിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും തീരെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ആത്മവിശ്വാസമുള്ള ആളല്ല. പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം. ഞാൻ ആരാണ്, എന്താണ്, എൻ്റെ വഴി എന്താണ്, ഞാൻ എവിടെയാണ് എത്തേണ്ടത്, അതിനാരും മുമ്പിൽ വന്ന് നിന്നാലും എതിർത്താലും തടസ്സപ്പെടുത്തിയാലും ഞാൻ ആ ലക്ഷ്യസ്ഥാനത്തേക്ക്, പ്രത്യേകിച്ച് മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കാത്തത്, മറ്റാരെയും വേദനിപ്പിക്കാത്തതായ എൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും എന്നെനിക്കറിയാം. അപ്പോൾ ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായി, ഞാൻ പല തലത്തിൽ ചിന്തിച്ചു, ഇത് അവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തെയൊക്കെ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പശ്ചാത്തലം കൂടെ ഞാൻ നോക്കി. അതായത് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സാറ് മുഴുവൻ സ്കെച്ച് ചെയ്തിട്ടാണ് ചേച്ചിയുടെ. അതെ, സ്കെച്ച് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിത് അല്ല, നമ്മൾ അന്നും കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണല്ലോ. ഇത് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇത് എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് അവരുടെ കുടുംബ പശ്ചാത്തലം, അല്ലാതെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെയും നീളത്തിൻ്റെയും വീതിയുടെ അളവിൽ പ്രേമിക്കുന്നവനെ മരമണ്ടനല്ലേ വിളിക്കേണ്ടത്? ആളുടെ സ്വഭാവം നമ്മൾ നോക്കും, നമ്മളുമായിട്ട് പൊരുത്തപ്പെടുമോ നോക്കും, ആ വീട്ടുകാർ എങ്ങനെയുണ്ടെന്ന് നോക്കും, അവർ ഈ വിവാഹത്തെ ഇതൊരു വിവാഹത്തിലേക്ക് എത്തണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു, ഇത് ആത്മാർത്ഥമായ ജീവിത അവസാനം വരെയുള്ളൊരു ബന്ധമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അവരുടെ വീട്ടുകാർക്കും ഒന്നും വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പല കാര്യങ്ങളിലും, പക്ഷേ അത് അത്ര കോൺട്രാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. സാർ എന്നാലും വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു കാമുകനായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം നമ്മളിപ്പോൾ അറിയുന്ന സന്തോഷ് സാർ എന്ന് പറയുന്ന സാറിന്റെ യാത്രാ വിവരണം കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ രാജ്യത്ത് പോയി, ആ സ്ഥലത്ത് പോയി അതേ ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അന്ന് സാർ അത്ര എക്സ്പ്രസീവ് ആയിരുന്നോ? അല്ല, അന്നും അല്ല ഇന്നും അല്ല. എക്സ്പ്രസീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരാളെ ഇഷ്ടമാണ് എന്നുള്ളത് അറിയിക്കാൻ അന്ന് പല വഴികളുണ്ട്, ഇന്നും പല വഴികളുണ്ട്. അത് എക്സ്പ്രസീവ് ആകണമെന്നോ ഈ ഇന്നത്തെ കാലത്തേതുപോലത്തെ എക്സ്പ്രസീവ് ആവണമെന്നില്ല, എൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിലേതുപോലെ മരം ചുറ്റി പ്രണയം വേണമെന്നില്ല. നമുക്ക് ഒത്തിരി മാർഗങ്ങളുണ്ടല്ലോ. അന്നും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ഞാനതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇവക്കത് മനസ്സിലായത്, ഒരു തോന്നലുണ്ടായത് തന്നെ അതൊരു ക്രിസ്മസ് കാലമായി. അപ്പോഴത്തേക്ക് ഞാനൊരു ഗ്രീറ്റിംഗ് കാർഡ്, ന്യൂ ഇയർ ഗ്രീറ്റിംഗ് ഒക്കെ അയച്ചു കൊടുത്തു. ഈ ഗ്രീറ്റിംഗ് കാർഡിൽ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല, പക്ഷേ എൻ്റെ റോൾ നമ്പർ മാത്രം അതിനകത്തുണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കാമല്ലോ എളുപ്പത്തിൽ. വീട്ടുകാരിലേക്ക് ഇതെങ്ങനെ പ്രതികരണം എത്തുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിട്ടത് സാധനമാണ്. പക്ഷെ അത് വലിയൊരു പ്രശ്നമായി മാറി. ഈ ക്രിസ്മസിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇവള് നേരെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ചു തന്നു ഈ സാധനം, ഇത് കൈവച്ച മതി.